ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് പോകാം. ഇതെൻ്റെ ഒരു അനിയൻ ചെറുക്കൻ്റെ ഗ്രൂപ്പാണ്. അവിടെ ഒരുത്തം വന്ന് കേട്ടാ എന്നെ അങ്ങ് പേടിപ്പിച്ച്. അവൻ്റെ വോയിസൊക്കെ നമുക്ക് ഇവിടുന്ന് തപ്പി പിടിച്ച് കേൾക്കാം ഗൈസ്. ഇനിയിപ്പോൾ എല്ലാവരും കൂടെ ഇങ്ങനെ കാണാൻ വേണ്ടിയിരിക്കുമ്പോൾ ഞാൻ പിന്നെ എന്തിനാ, നമുക്ക് പെട്ടെന്ന് തീക്കണം വീഡിയോ. ഈ പേര് കേട്ടിട്ടുണ്ട്, മുഖമല്ലല്ലോ പേര്. നീ ഒരു പേരല്ലേ പറഞ്ഞു, അത് മുഖമൊന്നും ആരാ അവർ വ്യക്തമാക്കിയത്? അതൊരു പേരാണ്. ആ പേര് ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ സേവ് ആയിരുന്നായിരിക്കും, പക്ഷെ ഇപ്പോൾ എൻ്റെ ആ കോണ്ടാക്ട് നിർത്തിട്ട് പോടാ, ചുമ്മാ തമ്മിലടിക്കാതെ. നിർത്ത് മതി, ചുമ്മാ നിന്റെ അടുത്ത് പറഞ്ഞാടാ നിർത്താൻ. ഞാൻ അവൻ്റെ അടുത്ത് ചീത്തവിളി നിർത്താൻ പറഞ്ഞതാണ് ഗൈസ്. ഞാൻ നല്ല രീതിയിൽ പറയാണ്, ഇറങ്ങിപ്പോ. അവനിട്ട് മെൻഷൻ കിട്ടല്ലേ, മനസ്സിലായ? അവൻ മോൾഡ് പുലിക്കാട്ടിൽ മെമ്പറാണ്. അതിനോടൊപ്പം എൻ്റെ അനിയൻകുട്ടനായിട്ടുള്ള ഒരു പയ്യനാണ്. അവനെ ചുമ്മാ മെൻഷൻ അടിക്കുമ്പോൾ ഞാൻ നോക്കിയില്ല. അതുകൊണ്ടാണ് ഓജി അറക്കൽ ചാർലി 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 ചായ എന്നിട്ട് പേര്. അപ്പൊ നീ അവനെ തെറിക്കാൻ പോയി. എന്നിട്ട് ഞങ്ങളെ എല്ലാം സിംഗിൾ ഫൈറ്റ് എടുത്ത് ഓർമ്മയുണ്ടാ? സീൻ കോംബ്ര എടാ, നിന്നെ ഞങ്ങൾ അന്നേ നോട്ടിട്ട്, മനസ്സിലായോ? നോട്ടിട്ട് എനിക്ക് പേടിയായിരുന്നു കേട്ടോ. 2020 സീൻ കോംബ്ര അടിച്ചെന്തിന്റെ പേരില്ല. നീ 1 മണിക്കൂറും ഓന് 1.5 മണിക്കൂർ വെച്ച് അണ്ണാക്ക് തന്ന ഓർമ്മയില്ലേ? അവിടെ മക്കളും എല്ലാം പോ. ഞാൻ 1 മണിക്കൂർ ആവോ 1.5 മണിക്കൂറുണ്ട്. ആ തള്ളെ ചീത്ത വിളിക്കാൻ പാടില്ല. ഡാ മോനെ, എനിക്ക് 1 മണിക്കൂർ വയ്ക്കുന്നവനെ ഞാൻ 1 മണിക്കൂറിന് മേളിലായിട്ടേ വെച്ച് പോയിട്ടുള്ളൂ. എനിക്ക് ആര് വെച്ചിട്ടുണ്ടോ അതിൻ്റെ 1% കയറ്റി വെച്ച് എനിക്ക് ചരിത്രമുള്ളൂ. ഞാൻ ചരിത്രം കുറിച്ചിട്ടുള്ളൂ. അതാണ് ചാർലിച്ചാൻ കേട്ടാ. ഇപ്പം മനസ്സിലായിക്കോ മക്കളെ. എന്നെ നോക്കിയിട്ടില്ലാണ്. പിന്നെ എന്തിനു മാറ്റി വെച്ചത്? 2021 നിനക്കൊക്കെ 21 കഴിഞ്ഞപ്പോ പേടി തോന്നിയ? അതോ നിങ്ങൾ അമ്മായിയുടെ പേരെടുക്കാൻ പോയിരുന്ന? എന്നോട് അറക്കലാജ്, നിന്റെ അറക്കലല്ല, എൻ്റെ അറക്കൽ അക്കച്ചികളെ ഒന്നടങ്കം നിരത്തിയാലും ചാർലിച്ചാൻ ഒരു കാർക്കിച്ച ഒരു തുപ്പിന് മതിയാവില്ല. അത് ഓർത്ത് വേണം വരാൻ. നീ വിളിക്കാൻ പറ്റണ ഏത് മുലകുടി മാറാത്ത കൂത്തിച്ചി മക്കളെല്ലാം വിളിച്ചോണ്ട് ചാർലിച്ചാൻ ഇവിടെ നെഞ്ചും വിരിച്ച് കാണും, ഇല്ലെങ്കിൽ എൻ്റെ സേനയെ കാണും. ഞാൻ ഒറ്റയ്ക്ക യുദ്ധത്തിന്. എനിക്ക് സൈന്യമില്ലാത്തല്ല, ഇറക്കുന്നില്ല. അവരെല്ലാം റെസ്റ്റ് എടുക്കട്ടെ. നിനക്കാവുമെങ്കിൽ നീ വാ. എടാ കള്ള അറവാണിക്ക് ഓത്ത. പിന്നെ അങ്ങോട്ട് ഞാൻ തുടങ്ങി ഗൈസ്. അപ്പോഴാണെങ്കിൽ അവനും എനിക്കിട്ട് കുത്തി. എൻ്റെ 35 അവനാണെങ്കിൽ 24 കുറച്ചിട്ട് 24 പിന്നെ 45 കയറ്റിയിട്ട് ആ 40 പിന്നെ അവൻ 15 ആക്കി. അവൻ്റെ 15 ഞാൻ 39 ഇട്ട്. പിന്നെ അവൻ 15, പിന്നെ ഞാൻ അവന് 47 കൊടുക്കണ്ടേ. പിന്നെ അവൻ്റെ എൻ്റെ 47 52. എൻ്റെ പൊന്നും മെസ്സ് വോയിസ് അങ്ങോട്ട് അടിച്ച് തുടങ്ങി. അവൻ അങ്ങോട്ട് അറുമതിച്ച് തുടങ്ങി കേട്ടോ. എന്ത് പറയാൻ. ലാസ്റ്റ് ഘട്ടങ്ങൾ പോയി തീരുന്നത് എവിടെയാണെന്ന് നിങ്ങളൊന്ന് കാണണം. എന്ത് പറയാൻ. ഞാനാണെങ്കിൽ എനിക്ക് റിപ്പ് കിട്ടുമെന്ന് ഞാൻ നല്ലതുപോലെ പ്രതീക്ഷിച്ച് പേടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ഇവനെപ്പോലുള്ള ഒരു ചെറിയ പയ്യൻ വന്ന് ഇങ്ങനെ വെല്ലുവിളിച്ചപ്പം, എന്നിട്ട് എനിക്കിടാനുള്ള മെൻഷൻ എൻ്റെ അനിയന് കുത്തി കയറ്റി കൊടുത്തു. അപ്പോൾ ജയിച്ചെന്നവർക്ക് വിചാരിച്ച് മനസ്സിൽ ഫുള്ള് സന്തോഷിച്ച്. എനിക്കാണെങ്കിൽ മെൻഷൻ അടിക്കാൻ അറിഞ്ഞുകൂടല്ലോ, എന്ത് ചെയ്യാൻ. ഇങ്ങനെ എനിക്ക് മെൻഷൻ അടിക്കാൻ അറിഞ്ഞുകൂടാ. 24 അരമണിക്കൂർ ഞാൻ മെൻഷൻ അടിച്ചിട്ടില്ല. പിന്നെ പാവമല്ലേ എന്ന് കേട്ട് ഞാൻ അവന് കൊടുത്തു. ഓക്കെ ഗൈസ്, അപ്പം എൻ്റെ മെൻഷൻ അവന് 12-ന് 24.23 വച്ചു. 22 സ്ക്രീൻഷോട്ട് കൊടുത്തു. അവൻ ആകെ അവൻ്റെ 12-ന് ഒരു 4 സ്ക്രീൻഷോട്ടാണ് ഇവിടെ അലോഡായി ഇട്ടത്. അതിനുശേഷം അവൻ്റെ ഒരു ഡയലോഗ്സുകൾ ഉണ്ടായിരുന്നു. എന്നെ വന്ന് കുരു പൊട്ടിച്ച് ഞാൻ വിട്ടു. അങ്ങനെ എൻ്റെ സൈന്യങ്ങളെ ഞാൻ ഇങ്ങോട്ട് ആർത്തവമായി സ്വാഗതം ചെയ്തു. എല്ലാവരും ഓടി 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 വന്ന് പിന്നെ ഇങ്ങനെ അത് കേക്കല്ലേ ചീത്തപടി അലോടല്ല. അങ്ങനെ അവൻ കുറച്ച് സ്ക്രീൻഷോട്ട് കിട്ടും. എന്നിട്ട് മെസ്സുകളായിരുന്നു അതിൻ്റെ ഏകദേശം. ഇനി വേറെ ഒന്നുമില്ല, ഞാൻ അങ്ങോട്ട് മെൻഷൻ അടിയായിരുന്നു. അവന് എവിടെ തിരക്കുകളും ഭയങ്കര തിരക്കുള്ള ബിസിയുള്ള മാനായിരുന്നു. അതുകൊണ്ട് അവന് ഒരു മെൻഷൻ പോലും മറുമെൻഷൻ തരാൻ വലുതായിട്ട് സാധിച്ചില്ല. എന്നിട്ട് അവൻ്റെ ഒരു വോയിസ് ഉണ്ട് ധൈര്യം തന്നെ. നിന്റെ ഞാൻ ഒരു കാര്യം പറഞ്ഞു. ഇന്ന് നൈറ്റ് 10 മണിക്കുള്ളിൽ നീ തന്നെ ഞാൻ മറുപടി തന്നിരിക്കും.
ഇവിടെ ഏത് പൊലങ്കട്ട പലയാടി മോൻ മെഞ്ച വെച്ച് വന്നാലും മാറുമേഞ്ച് തന്നിരിക്കും. നിന്റോടൊക്കെ ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഇന്ന് നൈറ്റ് 10 മണിക്കുള്ളിൽ നീ തന്നതിന് ഞാൻ മറുമേഞ്ച് തന്നിരിക്കും. ഇവിടെ ഏത് പൊലങ്കട്ട പലയാടി മോൻ മെഞ്ച വെച്ച് വന്നാലും മറുമേഞ്ച് തന്നിരിക്കും. മനസ്സിലായ? പിന്നെ മറ്റേതായാലിൻ്റെ കയപ്പൊന്ന് തീർത്തിട്ട് വരാം. നിന്റെ തള്ളൻ എന്തായാലും ഞാൻ പണിയിട്ട് പോടാ പട്ടിക്കാട്ട് ചാർലിയെ. നിന്റെ അമ്മച്ചിൻ്റെ വെള്ളക്കന്ത് നക്കി തുടച്ചിട്ടേ. ഇവൻ്റെ അമ്മ ഒരു പട്ടിക്കാട്ടിൽ എന്ന് പറയുന്ന ഗ്രൂപ്പ് തുടങ്ങി. അവിടുത്തെ വെരിഫിക്കേഷൻ എനിക്ക് തരാമെന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അവിടുത്തെ വെരിഫിക്കേഷൻ വേറെ ഒന്നുമില്ല. അതിനിപ്പോൾ ഇത് പരസ്യമായിട്ട് പറയാനില്ല. ഒന്ന് ഡാഷ് ഡാഷ് പൂ ഡാഷ് നക്ക് ഡാഷ് ഡാഷുകളാണ്. അവിടുത്തെ വെരിഫിക്കേഷൻ എടുക്കാൻ എന്നെ കൊണ്ടേ പറ്റുള്ളൂ. കാരണം അവൻ്റെ അമ്മയെ സഹിച്ചതും എല്ലാം എനിക്കതൊരു കഥാവിരുത് പോലെ ആയിപ്പോൾ എന്ത് പറയാൻ. വന്ന് കയറി മാട്ടം വച്ചിട്ട് ഇത്രയും നേരമായി മെൻഷനില്ല. പയ്യന്മാരുടെ ഇവിടെ ആഘോഷം തുടങ്ങി. ഇത്രയും നേരമായിട്ട് മെൻഷനില്ല. എന്നിട്ട് ഞാൻ അവൻ്റെ ലാസ്റ്റ് നിന്റെ അമ്മയ്ക്ക് നിന്റെ അമ്മയ്ക്ക് ഒന്ന് പിടിക്കബലം വേണമെങ്കിൽ നിനക്ക് പിടിക്കബലം വേണം. നിന്റെ അമ്മയ്ക്ക് ഇത്തിരി ഉണ്ടായിരുന്നു മുമ്പ് ഞാൻ 2 അടി അടിച്ച് കയറ്റി വിട്ട സമയത്ത്. ഇപ്പം അതിനുള്ള പിടിക്കാൻ പറ്റില്ല. ഒരു അടി അടിച്ച് നേരെ കൂടുതൽ 2 കയറി അവളെ കയറി അവർ വയറ്റിൻ്റെ അടി വയറ്റിലോട്ട് കയറി എൻ്റെ കുണ്ണ തട്ടപ്പെടല്ല. അവൾ തളർന്നു. ആ കുണ്ണെ ഓളി എന്തിനാടാ എൻ്റെ കുണ്ണക്കടി വന്ന് താളം പിടിച്ചത്? തള്ളേ ഓളി. നീ കാരണം ഞാൻ കടത്തി തിരിച്ചു വന്നത്. തള്ളേ ഓളി അറക്കൽ പരിചയ എൻ്റെ അമ്മയുടെ പോജ എൻ്റെ അമ്മയുടെ പൂജ പൂച്ച പട്ടി തള്ളേ ഓളി. അങ്ങനെ എൻ്റെ താണ്ഡവത്തിൻ്റെ ഫസ്റ്റ് അരങ്ങ് യവനാണെന്ന് എന്നെ വിളയാട്ടുകളത്തിൽ വന്ന് വെറുതെ ഞോണ്ടി എന്നെ തെറിപ്പിച്ചത്. ഇപ്പം എന്താ അവന് റിപ്പുവായി. ഇനി എന്ത് പറയാനാ? പാവപ്പെട്ടവനാ. അവനാരെന്നും ഒന്നും ചെയ്തല്ല. അരക്കൽ അരക്കല്ലേ അപ്പോ പോളി ഫൈറ്റർ. ഇവനെ പോലൊരു ഫൈറ്റർ. ചിരിപ്പിക്കല്ലേ, ചിരിച്ചാ പോയി. ടാറ്റാ ബൈ ബൈ. അടുത്ത വീഡിയോയ്ക്കും വരെ ചെറിയ ഷോർട്ട് ബ്രേക്ക്. ഞാൻ നിങ്ങളോടൊപ്പം ഇനിയും എന്നും ഉണ്ടാവും. ദൈവം സഹായിക്കട്ടെ. ധർമ്മം, നീതി, ന്യായം എല്ലാം മാത്രമേ ഞാൻ നോക്കിയേ ഫൈറ്റ് ചെയ്യാറുള്ളൂ. അതോടൊപ്പം തന്നെ ഇങ്ങോട്ട് വന്ന് എൻ്റെ അമ്മയ്ക്ക് വിളിച്ച് കേട്ടോണ്ട് കൈകെട്ടിയിരിക്കുന്ന ശീലം എനിക്കില്ല. അപ്പോൾ അത് ഞാൻ പിന്നെ ഓർമ്മിക്കുന്നു. അതുകൊണ്ടാണ് വിളിക്കുന്നത്. വേറെ ഒന്നും വിചാരിക്കല്ലേ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയ്ക്കും വരെ ചെറിയൊരു സ്മാർട്ട് ഷോർട്ട് ബ്രേക്ക്. എന്ത് പറയാനാ? പോണായി പവറേഷായി മൂട്ടേഷായി നിൽക്കുക ഗൈസ്.